വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ അടുത്തത് ടിക്കറ്റ് ടു ഫിനാലയിലെ നെക്സ്റ്റ് ഗെയിമാണ്. നെക്സ്റ്റ് ടാസ്ക് എന്ന് വെച്ചാൽ ബാലൻസിങ് ഗെയിമാണ്. അതായത് ഒരു അറ്റത്ത് ബോൾ വെച്ചിട്ട് മറ്റേ അറ്റത്ത് ഒരു ഹോൾസ് ഉണ്ടാവും, അതിലൊരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിലേക്ക് ബോൾ വീപ്പിക്കലാണ്. അപ്പോൾ ആദ്യം തന്നെ ജിൻഡോ ജാസ്മിനാണ് വന്നത്. അപ്പോൾ ജാസ്മിൻ വലിയ ഇതിൽ വന്ന് നിൽക്കുന്നുണ്ട്. ജിൻഡോ സ്പീഡ് കളിക്കുമ്പോൾ ജാസ്മിൻ സ്പീഡ് കളിക്കേണ്ട ഇതിൽ മെല്ലനെ കളിച്ചാലാണ് വിജയിക്കുക എന്നുള്ളതിൽ കുറച്ച് മെല്ലനെയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ അത് സ്പീഡായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ മെല്ലനെ കളിച്ചു. പക്ഷേങ്കിൽ ജിൻഡോ 3 ബോൾ ഇട്ടപ്പോൾ പോലും ജാസ്മിൻ ഒരു ബോൾ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ആ ഗെയിമിൽ ജിൻഡോ ആണ് അവർ രണ്ടാളും തമ്മിലുള്ളതിൽ ജിൻഡോ ആണ് വിജയിച്ചത്. ജാസ്മിൻ എന്നിട്ട് പറഞ്ഞ് ബിഗ് ബോസ് എനിക്ക് ബാലൻസിങ് ഗെയിം പറ്റില്ല, ആ ബാലൻസിങ് ഗെയിം തരരുതെന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റായിട്ട് എല്ലാവരും ലിവിങ് റൂമിൽ ഇരിക്കലാണ്. അപ്പോൾ അവരവരെ എന്താ പറയുക, എന്തൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോറ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും വന്ന് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ജിൻഡോ വേറെ എവിടെ പോയി ഇരിക്കാൻ നോക്കുമ്പോൾ ജാസ്മിൻ ജിൻഡോനെ പിടിച്ച് ജാസ്മിൻ്റെ അരുവ തന്നെ ഇരുത്തിക്കുന്നുണ്ട്. എന്നിട്ട് പിടിച്ച് പിച്ചോ മാന്തൊക്കെ ചെയ്യുന്നുണ്ട്. തനിക്ക് എന്നെ ഔട്ടാക്കണോടോ എന്നെല്ലാം പറഞ്ഞിട്ട് ചെറിയൊരു വീട്ടിൽ നമ്മളൊരു അനിയത്തി കുട്ടി എങ്ങനെയാണോ ഏട്ടന്മാരോട് പെരുമാറുന്ന ആ രീതിയിൽ ജിൻഡോനെ നുള്ളവും പിച്ചുമൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, തമാശ രൂപയിലോ ജാസ്മിൻ ചെയ്യുന്നതാണെന്ന് തോന്നി. പക്ഷേങ്കിൽ ഇത് ഈ കാര്യം ജിൻഡോ ആണ് മറ്റുള്ളവരെ ചെയ്യുന്നുണ്ടെങ്കിൽ ജാസ്മിൻ അതൊരു വലിയ ഇഷ്യൂ ആക്കി അവിടെ എടുത്തിട്ട് മോഹൻലാൽ സാറ് വരുമ്പോൾ അതൊരു പറഞ്ഞൊരു ഇഷ്യൂ ആക്കുമായിരുന്നു. പൊതുവെ അങ്ങനെയാണ്. ജാസ്മിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതൊന്ന് ബിഗ് ബോസ് വാൺ ചെയ്തിന്. അപ്പോൾ ഇതെല്ലാം വാൺ ചെയ്തത് ഈ സമയത്ത് നോറ സംസാരിക്കാൻ വരുന്നുണ്ട്, ടാസ്ക് തുടങ്ങുന്നത്. അതുവരെ ജിൻഡോ ആയിട്ട് ജാസ്മിൻ ഇങ്ങനെ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കലായിരുന്നു. പക്ഷേങ്കിൽ ജിൻഡോ അതെല്ലാം തമാശ രൂപയെ തന്നെ എടുത്തത്. ജാസ്മിനും അത് തമാശ രൂപേനെ കാണിച്ചത്. എങ്ങനെയാണോ ഒരു കുട്ടിക്കളി മാറാത്തൊരു കുട്ടി കാണിക്കുന്ന ആ രീതിയിൽ. പക്ഷേങ്കിൽ നേരെ മറിച്ച് ജിൻഡോ ആണ് ഇത് ചെയ്തതെന്ന് ആ വീട്ടിലെല്ലാവരും ഇതിനെതിരെ തിരിഞ്ഞേനെ. അപ്പം നോറ സംസാരിക്കാൻ വരുമ്പോൾ ജാസ്മിൻ മുഖത്തോണ്ട് കോപ്രായം കാണിക്കുന്നുണ്ട്. അപ്പോൾ കാരണം ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നുണ്ട്, ജാസ്മിൻ എന്താണ് ഈ മുഖത്തോട് കാണിക്കുന്നത്. കാരണം ഒരു സീരിയസ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യുന്നതിനടുക്ക് ഇങ്ങനെ കോപ്രായം കാണിക്കുന്ന ഒരു സില്ലി എന്താ പറയണ്ട, അതൊന്നും ഒരു വലിയ ഇതല്ല എന്നുള്ള ഇതിൽ ആ കോപ്രായം കാണിക്കുമ്പോൾ ബിഗ് ബോസ് അത് വാൺ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ജാസ്മിൻ കാണിക്കുന്നത് വെച്ച് കാണിച്ച് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് വാൺ ചെയ്യുന്നത്. എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. പിന്നെ അതിനെ പറ്റി വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. വേറെ ആരെങ്കിലാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ സാറെല്ലാം വന്ന് ആയിട്ട് അലക്കിയാണ്. അപ്പോൾ ജാസ്മിനെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് പറയണല്ലോ എന്ന് വെച്ചിട്ടൊന്ന് പറയുന്നത് പോലെ. പിന്നെ അതിനുശേഷം നോറയായിട്ട് അവിടെ പൊരിഞ്ഞ് അടി ഉണ്ടാകുന്നുണ്ട്. ജാസ്മിൻ എന്താ പറയണ്ടേ, നോറയോട് പറയുന്നുണ്ട് നമുക്ക് സംസാരിക്കാനാണ്, അടുത്തിരുന്ന് നമുക്ക് മാന്യതയിൽ സംസാരിക്കാം, ഞാൻ എണ്ണി പറയാം എൻ്റെ കുറ്റങ്ങളും കുറവുകളും എന്നെല്ലാം പറയുന്നത്. അപ്പം നോറ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം നോറക്കറിയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ തിട്ടപ്പെടുത്തി പറയുന്നറിയാം. അതുകൊണ്ട് നോറ അതിന് നിൽക്കുന്നില്ല. ജാസ്മിൻ പിന്നെ ഇത് കഴിഞ്ഞപ്പാട് പറയുന്നിട്ട് എനിക്ക് എൻ്റെ അഭിപ്രായവും ഇതും പറയാനുള്ള അവകാശവും എല്ലാം ഉണ്ട്, അത് ഞാൻ കാണിക്കും എവിടെയാണെങ്കിലും എന്നെല്ലാം പറഞ്ഞിട്ട് ജാസ്മിൻ തട്ടിന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് ലൈവ് അപ്ഡേറ്റ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റിനായി കാത്തിരിക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബായ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.